ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു മോർണിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് സെറ്റായി കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്ത് പാത്രത്തിലേക്ക് വെക്കാൻ പോവുകയാണ്. നല്ല ധൃതി പിടിച്ച് ചെയ്യുകയാണ്, കാരണം നാദുക്കുട്ടി ഉണർന്നിട്ടില്ല. അവളെ ഒന്ന് ഉറക്കി കിടത്തിയിട്ടാണ് ഇത് പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് മൂന്ന് പേരെയും കൂടെ ഒന്നിച്ചുണർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടക്കും. അങ്ങനെ അതൊക്കെ ചെയ്ത് വെക്കുകയാണ്. പാത്രത്തിൻ്റെ വാഷർ നേരത്തെ ഇട്ട് വെക്കാൻ മറന്നുപോയത് കാരണം സമയത്ത് കിടന്ന് ഇടാൻ നമ്മൾ എടുക്കുമ്പം അത്യാവശ്യം ഒരു പാടാണത് ഇടാൻ. നേരത്തെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ടിരിക്കും, വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. ടൈമിന് നമ്മൾ എപ്പോൾ ഇട്ടാലും അത് കറക്റ്റ് ആവത്തില്ല. വാഷർ ഉണ്ടായി കഴിഞ്ഞുകൊണ്ട് ലീക്കൊന്നും വരത്തില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാം എടുത്ത് പാക്ക് ചെയ്തൊക്കെ വെച്ചു. ഇന്ന് ഞാൻ കൊടുത്തു വിടുന്നത് ദോശയാണ് കൊടുത്തു വിടുന്നത്. ദോശയും കടലക്കറിയാണ് കൊടുത്തു വിടുന്നത്. കൂടെ അതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയതും ആപ്പിളും അരിഞ്ഞു വെച്ചു. ആപ്പിൾ തന്നെയാണ് ഇന്ന് സ്നാക്സായിട്ടും കൊടുത്തു വിടുന്നത്. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുവാണ്. അന്നേരം എൻ്റെ മോനാണിത്. അവനാണെങ്കിൽ വന്ന് ഇടയ്ക്കൂടെ വന്ന് അവൻ്റെ സാധനങ്ങളൊക്കെ അവൻ എടുത്തുകൊണ്ട് പോവുകയാണ്. 2-3 ദിവസം കൊണ്ട് നല്ല ഹെൽപ്പിംഗ് ആണ് രാവിലെ. അതുകുട്ടി എൻ്റെ ഇടയ്ക്കൂടെ അവളുടെ മരുന്ന് എടുത്ത് തരുന്നു. അങ്ങനെ അവർ ആങ്ങളെയും പെങ്ങളും കൂടെ അവരുടെ കുപ്പി അവൻ്റെ കുപ്പി അവളെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നദുവിൻ്റെയും ദുവായുടെ സാധനങ്ങൾ നദുവാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ദുവ അങ്ങനെ രാവിലെ വലുതായിട്ട് എന്നെ വന്ന് ശല്യം ചെയ്യത്തില്ല. അവളിങ്ങനെ രാവിലെ സൈലൻ്റ് ആയിരിക്കും, വൈകിട്ട് മാത്രമേ ഉള്ളൂ ബഹളം വെക്കുന്നത്. രാവിലെ പോകുന്ന ഇതിലിങ്ങനെ ഇരിക്കും. അപ്പോൾ നദുക്കുട്ടി ഡ്രസ്സൊക്കെ മാറി ഞങ്ങളിന്ന് ഓട്ടോയിലാണ് പോകുന്നത്. രാവിലെ ബസ്സിൽ വിട്ടില്ല. ഒരു കുറച്ച് സമയമൊക്കെ വൈകിയപ്പോൾ ഓട്ടോ വിളിച്ച് ബുക്ക് ചെയ്ത് ഇടയ്ക്ക് ഞങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ സെറ്റൊക്കെ ചെയ്ത് സ്കൂൾ തൊട്ടടുത്താണ്. അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയി രണ്ടുപേരെ ഇറക്കി അവിടെ ക്ലാസ്സിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടിറക്കി.